എനിക്ക് ഇങ്ങനെ ഇനിയും ചെടിയൊന്നും ഞാൻ വാങ്ങില്ല കാശ് കൊടുത്ത്. ഉള്ള ചെടി വെച്ച് വളർത്തുള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ. ഉള്ള ചെടി കൊണ്ടൊക്കെ ഇത്ര ഇഷ്ടമുള്ള ചെടികളുണ്ടല്ലോ, അപ്പം ഇനി ഉള്ളത് കൊണ്ട് വളർത്താമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ചെടി വിൽക്കണ സ്ഥലമോ അല്ലെങ്കിൽ ഗാർഡനോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൺട്രോൾ പോകും കേട്ടോ. ഞാൻ അപ്പം വണ്ടി നിർത്തി ഞാൻ ഒരു ചെടിയെങ്കിലും അവിടെ നിന്ന് വാങ്ങിയില്ല, എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പം അതേപോലെ കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് പോന്നപ്പോൾ ഞാൻ വൈറ്റ് പിറ്റോണിയെ കണ്ടു കേട്ടോ. അതുകൂടി എൻ്റെ എല്ലാ കൺട്രോളും പോയി ഞാൻ ചെടി വാങ്ങി. ഇതാണ് ചെടി, കണ്ട നല്ല ഭംഗിയുണ്ട്, നല്ല വലിയ പൂക്കളാണ് കേട്ടോ, വലിയ പൂക്കളാണ്. അപ്പോൾ എനിക്ക് വയലറ്റ് കളർ പെറ്റോണിയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിന് 60 രൂപയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് കേട്ടോ. നല്ല പ്ലാന്റാണ്. കളർ സീനിയ, രണ്ടും ഒരു കളറല്ല, വ്യത്യാസമുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട്. രണ്ടെണ്ണം ഞാൻ വാങ്ങി. പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു ചൈനീസ് ബാൽസ കേട്ടോ, റെഡ് കളറ്. ഇത്ര സാധനം ഞാൻ കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് പോന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. എങ്ങനെയാണ്, നല്ല രസമില്ല ഇതൊക്കെ കാണാൻ, നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കായിട്ടുള്ള സീനിയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ വലിയ പണം മുടക്കില്ലാതെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഇതുപോലുള്ള ചെടികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിട്ട് കളയരുത് കേട്ടോ. നമ്മുടെ ഗാർഡനിലേക്ക് കൂട്ടുകയാണെങ്കിൽ നമ്മൾക്ക് എന്നും നമ്മുടെ ഗാർഡൻ നിറഞ്ഞ് പൂത്ത് നിൽക്കണം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ ആര് കണ്ടാലും വിട്ട് കളയരുത്, നമ്മുടെ ഗാർഡനിലേക്ക് കൂട്ടാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് എനിക്കിനി ഇതൊക്കെ നട്ട് വയ്ക്കണം. അടുത്ത നടലും ഒക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ.